ഞാനിപ്പോ നിൽക്കുന്നത് എറണാകുളത്തെ ലുലുമോളിലോ കോഴിക്കോട്ടെ ഹൈലൈറ്റ് മാളിലോ അല്ല, മറിച്ച് ഞാൻ നിൽക്കുന്നത് കറുകച്ചാൽ എന്ന ഗ്രാമത്തിലെ ലെസ്സൺ സ്ട്രീറ്റിന്റെ മാജിക് ഫ്രെയിം എന്ന് പറയുന്ന സിനിമ പാലസിലാണ്. സത്യം പറഞ്ഞാൽ ഇതിന്റെ പാലസ് പറയുന്നതിന് ഒട്ടും കുറഞ്ഞു പോകുന്നില്ല. അമ്മാതിരി ആംബിയൻസ് ആണ്. ഒരു ഡ്രീം ലൈഫ് തിയേറ്റർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഒരു റെപ്ലിക്ക എന്ന് പറയാൻ പറ്റത്തില്ല. ദ വൺ ആൻഡ് ഓൺലി ട്രൂ കോപ്പിയാണ് മാജിക് ഫ്രെയിംസിന്റെ ഈ പറയുന്ന പോലെ ഒരു ഹ്യൂജ് തിയേറ്റർ. ആകെ മൊത്തം 3 സ്ക്രീൻസ് ആണ് മാജിക് ഫ്രെയിംസിൽ കൊടുത്തിട്ടുള്ളത്. 3 തിയേറ്ററും ഡോൾബി അറ്റ്മോസും അതുപോലെ തന്നെ ലേസർ പ്രൊജക്ഷൻ സംവിധാനങ്ങളും ഉണ്ട്. ഞാനിപ്പോൾ കയറിയിട്ടുള്ളത് ഫസ്റ്റ് സ്ക്രീനിലാണ്. ഫസ്റ്റ് സ്ക്രീൻ എന്ന് പറയുന്നത് തന്നെ 48 അടി, അതായത് ബിഗസ്റ്റ് ഇൻ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ തന്നെ അത് പറയാൻ പറ്റും. പിന്നെ ഇതിന് ലോഞ്ചർ സീറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ റിക്ലൈനർ സീറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കറുകച്ചാലുകാർക്ക്, പ്രത്യേകിച്ചും കോട്ടയത്തുള്ള ആളുകൾക്ക് ഒരു പുതുമയുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇനിയും വരാൻ പോകുന്നതെല്ലാം ബിഗ് ബഡ്ജറ്റ് സിനിമകളാണ്. അതായത് നമ്മുടെ രാജമൌലിയുടെ വാരണാസി ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ രൺബീർ സിംഗിന്റെ രാമായണം ആയിക്കോട്ടെ, നമ്മുടെ ജയസൂര്യയുടെ കത്തനാരായിക്കോട്ടെ, പിന്നെ കാട്ടാളൻ ആയിക്കോട്ടെ, ടോക്സിക് ആയിക്കോട്ടെ, ഇനിയും വരാൻ പോകുന്ന പടങ്ങളൊക്കെ വളരെ ടോപ്പ് നോച്ച് ആയിരിക്കും. ഇതിപ്പം കണ്ടേക്കുന്ന 2ാമത്തെ സ്ക്രീനാണ് ബ്ലൂ തീമിൽ വരുന്നത്. 3ാമത്തെ സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു റെഡ് തീമിൽ. 2-3 സ്ക്രീൻസ് 260 സീറ്റാണ് കപ്പാസിറ്റിയിൽ വരുന്നത്. എല്ലാം സൂപ്പർ ക്വാളിറ്റിയാണ്. മാജിക് ഫ്രെയിംസ് കറുകച്ചാലിലെ ഫസ്റ്റ് റിലീസ് എന്ന് പറയുന്നത് മാർച്ച് 11 തന്നെയാണ്. നമ്മുടെ പരീക്ഷാകാലമൊക്കെ കഴിഞ്ഞിട്ട് അവധി എൻജോയ് ചെയ്യാൻ വരുന്നവർക്ക് ആർമാദിക്കാൻ പറ്റിയ 3 നമ്മുടെ ഷാഹിദ് ബാബുവിനും പിള്ളേരുടെയും 3 ആണ് ഫസ്റ്റ് മേജർ റിലീസായിട്ട് മാർച്ച് 19 റിലീസാകുന്നത്. അതിനോടൊപ്പം തന്നെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ദുരന്തറിന്റെ സെക്കൻഡ് പാർട്ടും ഇതേ ബിഗ് സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ അത് ഹ്യൂജ് ആണ്. പൊതുവെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളത് കോട്ടയം ജില്ലയിലെ പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിയിലെ അഭിനയ തിയേറ്ററാണ് തിയേറ്ററുകളുടെ ആ ഒരു കൊട്ടാരമായിട്ട് നമ്മളെല്ലാം മനസ്സിലുള്ളത്. എന്നാൽ ഏതാനും ആഴ്ച, അതായത് അടുത്ത ആഴ്ച മുതൽ മാജിക് ഫ്രെയിംസിന്റെ ലോഞ്ചിങ് മുതൽ ആ പഴങ്കഥയെല്ലാം മാറ്റിക്കൊണ്ട് നിങ്ങളെ സിനിമാസ്വാദനത്തിന്റെ ഒരു പുതിയ ലെവലിലോട്ട് മാജിക് ഫ്രെയിംസിനെ എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് നേരത്തെ കണ്ട ആളാണ്. ഒരു സിനിമാ തിയേറ്ററില് വളരെ ബേസിക് ആയിട്ട് മാത്രം ആൾക്കാരെ അപ്രോച്ച് ചെയ്യുന്നതാണ് ആ തിയേറ്ററിലെ കഫറ്റേരിയ. ഒരു ഷോപ്പിംഗ് മാളില് അനുഭവിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ കഫറ്റേരിയ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും, കിവി ഐറ്റംസിന്റെ ഒരു എക്സ്ക്ലൂസീവ് ഡെക്ക് തന്നെ ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം 3 സ്ക്രീൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. 3 സ്ക്രീൻസിലും നല്ല ബിഗ് ബഡ്ജറ്റ് ഹൈ ക്വാളിറ്റി പടങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും കഫറ്റേരിയയിലും. അതുകൊണ്ട് തന്നെ മാജിക് ഫ്രെയിംസിലെ മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന രീതിയിൽ 2 കഫറ്റേരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സെപ്പറേറ്റ് ആയിട്ടാണ് കഫറ്റേരിയ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്.